രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎക്കെതിരെ പീഡന പരാതി നൽകിയ യുവതിയെ അധിക്ഷേപിച്ചുവെന്ന പരാതിയിൽ രാഹുൽ ഈശ്വറിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയാണ് അറസ്റ്റ്. നാളെ രാവിലെ കോടതിയിൽ ഹാജരാക്കും. രാഹുലിന്റെ ഫോണും ലാപ്ടോപ്പും പോലീസ് പിടിച്ചെടുത്തു. രാഹുലിന്റെ വൈദ്യപരിശോധനയ്ക്കായി ആശുപത്രിയിലെത്തിച്ചു. മെൻസ് കമ്മീഷന്റെ ആവശ്യം ഇതുകൊണ്ടാണ് ഞാൻ ആ പെൺകുട്ടിയുടെ ഫോട്ടോ പങ്കുവച്ചു. പെൺകുട്ടിയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തിയെന്നാണ് കള്ളമാണ്, ഒരു വ്യാജ കേസാണ്. ആ വ്യാജ പരാതിക്കാരിക്കെതിരെ ഞാൻ പരാതി കൊടുത്തു. ജാമ്യം കിട്ടിയ അതുകൊണ്ട് വ്യാജ പരാതിയാണ്. നിങ്ങൾ ഒന്നെന്റെ ഫേസ്ബുക്ക് യൂട്യൂബ് എടുത്തു. ആ പെൺകുട്ടിയുടെ ഫോട്ടോ കൊടുത്തിട്ടില്ല, ഐഡന്റിറ്റി റിവീൽ ചെയ്തിട്ടില്ല. ഇത് വ്യാജ പരാതിയാണ്, വ്യാജ പരാതിയാണ്. ഇതുകൊണ്ടാണ് മെൻസ് കമ്മീഷന്റെ ആവശ്യം. നമ്മുടെ മകനും അച്ഛനും ഒക്കെ ജയിലിൽ ഒരു വ്യാജ പരാതി അകലത്തിൽ മാത്രമാണ്. ദയവായി ശ്രദ്ധിക്കുക, നിങ്ങൾ നമ്മളുടെ അച്ഛൻ, നമ്മളുടെ മകൻ ജയിലിൽ നിന്നൊരു വ്യാജ പരാതി അകലത്തിൽ മാത്രമാണ്. ഈ പെൺകുട്ടിയുടെ ഫോട്ടോ ഞാൻ ഇട്ടിട്ടില്ല, കള്ളം പറയുവാണ്, കൊടുക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ്, കള്ളക്കേസാണ്, കൊടുക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ്. ഇത് കാരണമാണ് മെൻസ് കമ്മീഷൻ വേണ്ടത്. കള്ളക്കേസാണ്, കൊടുക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണച്ചതിനുള്ള ദേഷ്യമാണ്. സഫാൻ വി പി തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. സഫാൻ, ഇപ്പോൾ വൈദ്യപരിശോധനയ്ക്കായി ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ ഉള്ള അദ്ദേഹത്തിന്റെ പ്രതികരണമാണ് കേട്ടത് എന്നാണ് തോന്നുന്നത്. എന്താണ് രാഹുൽ ഈശ്വർ പറയുന്നത്? ഇനി എന്തൊക്കെ തുടർ നടപടിക്രമങ്ങൾ ബാക്കിയുണ്ട്? അമൃത, നാളെയാണ് രാഹുൽ ഈശ്വറിനെ കോടതിയിൽ ഹാജരാക്കുക. 9:15 കൂടിയായിരുന്നു അറസ്റ്റ് രേഖപ്പെടുത്തിയത്. അതിന് പിന്നാലെയാണ് തിരുവനന്തപുരത്തെ ജനറൽ ആശുപത്രിയിലെത്തി വൈദ്യപരിശോധന നടത്തിയത്. ഈ വൈദ്യപരിശോധനയ്ക്കായി എത്തിച്ചപ്പോഴാണ് മാധ്യമങ്ങളോട് ഇത്തരത്തിലൊരു പരാമർശം, പ്രതികരണം രാഹുൽ ഈശ്വർ നടന്നത്. തനിക്കെതിരെ ചുമത്തപ്പെട്ടത് വ്യാജ വകുപ്പുകളാണ്. ആ പെൺകുട്ടിയുടെ ഐഡന്റിറ്റി വെളിവാക്കുന്ന തരത്തിലുള്ളൊരു പരാമർശം തന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളൊരു വാദമാണ്, ന്യായമാണ് രാഹുൽ ഈശ്വർ ഉയർത്തിയത്. അതിനപ്പുറത്തേക്ക് ലൈംഗിക ചുവയോടെ സംസാരിച്ചു. ഈ പെൺകുട്ടിയുടെ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന തരത്തിലടക്കം ഇടപെട്ടു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ രാഹുൽ ഈശ്വറിനെതിരെ സൈബർ പോലീസ് കേസെടുത്തത്. ആ കേസിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു തുടർ നടപടികളും ഉണ്ടായിരുന്നത്. എന്നാൽ തുടക്കം മുതൽ ഇദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, ഈ പെൺകുട്ടിയുടെ ഐഡന്റിറ്റിയുമായി ബന്ധപ്പെട്ട് ആ ഐഡന്റിറ്റി വെളിവാക്കുന്ന തരത്തിൽ തൻ്റെ ഭാഗത്തുനിന്ന് ഇടപെടൽ ഉണ്ടായിട്ടില്ല, നിയമത്തിൻ്റെ പരിരക്ഷയും കൊണ്ടാണ് സംസാരിക്കുന്നതെന്ന് തുടക്കം മുതൽ പറയുന്നൊരു വാദമാണ് രാഹുൽ ഇപ്പോഴും വൈദ്യപരിശോധനയ്ക്ക് എത്തിയപ്പോഴും പരാമർശിച്ചത്. നമുക്കറിയാം, ഈ പെൺകുട്ടിയുടെ പരാതി, രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎക്കെതിരെ ഇത്തരത്തിലൊരു പരാതി വന്നതിനെ തുടർന്ന് 12 വീഡിയോയാണ് സോഷ്യൽ മീഡിയയിലൂടെ രാഹുൽ പങ്കുവച്ചത്. ഫേസ്ബുക്കിലായാലും യൂട്യൂബിലായാലും മണിക്കൂറുകൾ ഇടവിട്ട് ഇത്തരത്തിലൊരു വീഡിയോ പങ്കുവെക്കുന്നത് കണ്ടു. അതിൽ പെൺകുട്ടിയുടെ ഐഡന്റിറ്റിയെ സൂചിപ്പിക്കുന്ന തരത്തിലുള്ള വീഡിയോ ഉണ്ട് എന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് സൈബർ പോലീസ് അറസ്റ്റിലേക്ക് നീങ്ങുകയും ഇത്തരത്തിലുള്ള വകുപ്പ് അടക്കം ചുമത്തുകയും ചെയ്തിരുന്നത്. ആദ്യഘട്ടത്തിൽ 2 വകുപ്പുകളായിരുന്നു, ജാമ്യം ലഭിക്കാവുന്ന 2 വകുപ്പുകളായിരുന്നു. സ്ത്രീത്വത്തെ അപമാനിക്കുക, ഈ പെൺകുട്ടിയുടെ ഐഡന്റിറ്റിയെ വെളിപ്പെടുത്തുന്ന തരത്തിൽ പ്രചരണം നടത്തിയെന്ന വകുപ്പുകളാണ് ആദ്യഘട്ടത്തിൽ FIR ഇട്ടപ്പോൾ ചേർത്തിരുന്നെങ്കിൽ അറസ്റ്റിലേക്ക് കടന്നപ്പോൾ കൂടുതൽ ചോദ്യം ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ലൈംഗിക ചുവയോടെയുള്ള സംസാരം, അത്തരത്തിലുള്ള പ്രചരണം നടത്തിയെന്നടക്കമുള്ള വകുപ്പുകൾ പ്രകാരമാണ് ഇപ്പോൾ പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നാളെ 11 മണിയോടുകൂടി രാഹുൽ ഈശ്വറിനെ കോടതിയിൽ ഹാജരാക്കുമെന്നുള്ള വിവരമാണ് കുടുംബത്തിനടക്കം നൽകിയിട്ടുള്ളത്. ഇപ്പോൾ വൈദ്യപരിശോധനയ്ക്ക് ശേഷം വീണ്ടും സൈബർ പോലീസ് ആസ്ഥാനത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. 4:30 കൂടിയാണ് രാഹുൽ ഈശ്വറിനെ ഇന്ന് കസ്റ്റഡിയിലെടുക്കുന്നത്. പെൺകുട്ടിയുടെ അതിജീവിയുടെ പരാതി വരുന്നത് രാവിലെയായിരുന്നു. 4:30 കൂടി കസ്റ്റഡിയിലെടുക്കുന്നു. ഈ കസ്റ്റഡിയിലെടുത്തതിൻ്റെ ഒരു വീഡിയോ സന്ദേശം കൂടി ഇപ്പോൾ രാഹുൽ ഈശ്വർ തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പങ്കുവച്ചിട്ടുണ്ട്. പുരുഷന്മാരുടെ അവകാശത്തിനും മറ്റും പോരാടും എന്നൊക്കെ തരത്തിലുള്ള ക്യാപ്ഷനോട് കൂടിയാണ് ഈ വീഡിയോ പങ്കുവച്ചത്. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അന്നേ സമയം പോലീസുകാർ രാഹുലിൻ്റെ വീട്ടിലെത്തിയ സമയം ഇദ്ദേഹം ചിത്രീകരിച്ച് അപ്പോൾ പോസ്റ്റ് ചെയ്ത് ഷെഡ്യൂൾ ചെയ്ത വീഡിയോ ആണ് ഇപ്പോൾ അദ്ദേഹം കസ്റ്റഡിയിലിരിക്കെ ഇത്തരത്തിൽ പുറത്തുവിട്ടിരിക്കുന്നത്. അത്തരത്തിൽ അങ്ങനെ തുടർ നടപടികൾ 4:30 കൂടി കസ്റ്റഡിയിലെടുക്കുന്നു. പിന്നെ AR ക്യാമ്പിൽ വിശദമായി ചോദ്യം ചെയ്തു.
ചെയ്യുന്നു. ഇവിടുന്നൊക്കെ കൃത്യമായ വിവരങ്ങൾ ശേഖരിച്ചതിൻ്റെ പശ്ചാത്തലത്തിലാണ് 8 മണിയോടുകൂടി സൈബർ പോലീസ് ആസ്ഥാനത്തേക്ക് രാഹുൽ ഈശ്വറിനെ എത്തിക്കുന്നത്. ഇതിനുശേഷം 1 മണിക്കൂർ വീണ്ടും സൈബർ പോലീസ് ആസ്ഥാനത്തേക്ക് ചോദ്യം ചെയ്ത് വിവരങ്ങളെടുത്ത് ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 12 വീഡിയോ അടക്കം പരിശോധിച്ച ശേഷം വിവരം ശേഖരിച്ച ശേഷമാണ് ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും വൈദ്യപരിശോധനയ്ക്കായി തിരുവനന്തപുരത്തെ ജനറൽ ആശുപത്രിക്ക് കൊണ്ടുവരികയും ചെയ്തിട്ടുള്ളത്. അമൃത. ശരി.